ഇൻഡിമിനിറ്റി ഇൻ ബഹ്റൈൻ. നിങ്ങൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയും നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുകയോ അതോ നിങ്ങളുടെ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഇൻഡിമിനിറ്റി അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ അഡ്വാൻസ് കീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാം നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് www.sio.gov.bh. അപ്പം ഈ വെബ്സൈറ്റിൽ പോകും. ഇവിടെ നമ്മൾ അഡ്വാൻസ് കീ, യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യാം. സൈൻ ഇൻ കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ചേഞ്ച് കോണ്ടാക്ട് ഡീറ്റെയിൽസ് എന്നാണ്, അത് ക്ലിക്ക് ചെയ്യുക. ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ ഏറ്റവും താഴോട്ട് പോവുക. ബാങ്ക് അക്കൗണ്ട്, ഇവിടെ ന്യൂവിൽ പോവുക. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ഏതാണ് ബാങ്ക് എന്നുള്ളത്. ഇവിടെ ഈ വാല്യൂ സെർച്ച് ബട്ടണിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. 69 കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക. ക്ലിയർ ആയില്ല, ഒന്നും കൂടി സെർച്ച് അടിക്കണം. 69 കൊടുത്തിട്ട് സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകളുടെ ലിസ്റ്റ് കാണാം. അപ്പോൾ ഇതിൽ ഏതാ ബാങ്ക് എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. സൈഡിലുള്ള ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവും. എൻ്റെ BBK ആണ്, അപ്പോൾ BBK സെലക്ട് ചെയ്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബഹ്റൈൻ ആൻഡ് കുവൈത്ത്. ഈ താഴെ IBN നമ്പർ, ഇവിടെ നമ്മൾ IBN നമ്പർ പേസ്റ്റ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ സേവ് ആൻഡ് ആഡ് കൊടുക്കുക. ബാക്ക് പോവുക. ഇപ്പോൾ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്, ഇവിടെ കാണാൻ. സജസ്റ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, എന്തെങ്കിലും ന്യൂ ക്ലിക്ക് ചെയ്യുക. മുകളിൽ സെർച്ച് ബൈ ടൈപ്പ് കൊടുക്കുക. ടൈപ്പ് ഓഫ് കോഡ് 69 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം ബാങ്ക് അക്കൗണ്ട്. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂവിൽ പോവുക. ഇവിടെ നമ്മൾ IBAN സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. നമ്മൾ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി അത് സെറ്റായി. IBAN സർട്ടിഫിക്കറ്റും ബാങ്കും സെലക്ട് ചെയ്തെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ടോപ്പിൽ നിങ്ങൾ സേവ് ബട്ടൺ കാണാം.
ബാങ്ക് സെലക്ട് ചെയ്ത് IBAN സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത്. വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ കാണിക്കുക. ഇതൊരു ദിവസം എടുക്കും. ബാങ്ക് ഡീറ്റെയിൽസും വെയിറ്റ് ഫോർ 1 day. അതിനുശേഷം ചേഞ്ച് കോൺടാക്ട് ഡീറ്റെയിൽസിൽ ചെക്ക് ചെയ്താൽ അപ്രൂവ്ഡ് എന്ന് കാണിക്കാം. ഓൾറെഡി അപ്രൂവ് ആയിട്ടുണ്ട്. അതായത് ബാങ്ക് കൺഫേം ആയി. ഇനി നമ്മൾ ബെനിഫിറ്റ് ആപ്ലിക്കേഷനിൽ പോകണം. അവിടെ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. സബ്ജക്റ്റ് ടൈപ്പിൽ 84 എന്ന് കൊടുക്കുക, സെർച്ച് കൊടുക്കണം. 84 എന്ന് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക. ബാക്ക് കൊടുത്താൽ മതി. ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. വൺ 0001 കൊടുക്കുക, സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നോൺ ബഹ്റൈനി വർക്കേഴ്സ് എൻഡ് ഓഫ് സർവീസ് ഇൻറ്റിമിറ്റി അത് സെലക്ട് ആയി അടിയിൽ കാണാം. നമ്മൾ വർക്ക് ചെയ്ത അവിടെ ലിസ്റ്റ് കാണാം. ലിസ്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പെർ എംപ്ലോയർ. ഇതിൻ്റെ അകത്ത് എവിടെയെല്ലാം വർക്ക് ചെയ്തെന്നുള്ളതുണ്ട്. അതിൽ എവിടെ നിന്നാണ് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം. ന്യൂവിൽ പ്രസ് ചെയ്യുക. സെർച്ച് ടൈപ്പിൽ ടെംപ്ലേറ്റ്സ് മാറ്റി ടൈപ്പ് വെക്കുക. അപ്പം ടൈപ്പ് ഓഫ് കോഡ് 17081 കൊടുത്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്പർ നമ്മൾ സ്മാർട്ട് കാർഡിൻ്റെതാണ്. സ്മാർട്ട് കാർഡ്. അപ്പോൾ ഇവിടെ ന്യൂ കൊടുത്തിട്ട് നമ്മൾ CPR നമ്പർ CPR നമ്പറിൽ CPR അപ്ലോഡ് ചെയ്യണം. സ്കാൻ ചെയ്ത് ഓൾറെഡി സ്കാൻ ചെയ്ത് വെച്ചതാണ്. CPR അപ്ലോഡ് ചെയ്യാം. സ്റ്റോർ കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി CPR ഇവിടെ കാണും. CPR അപ്ലോഡ് ആയിട്ടുണ്ട്. അവിടെ അടുത്തത് IBAN സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. മുകളിൽ ടൈപ്പ് ഓഫ് കോഡിൽ 82 എന്ന് കൊടുക്കുക. 17082. അങ്ങനെ ന്യൂവിൽ പോവുക. ബ്രൗസ് IBAN സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. സ്റ്റോർ ചെയ്യുക. രണ്ടും CPRഉം IBAN സർട്ടിഫിക്കറ്റും. IBAN സർട്ടിഫിക്കറ്റ് സേവ് ആൻഡ് സ്റ്റോർ കൊടുത്തതിന് ശേഷം ബാക്ക്. ഓൾറെഡി ഇത് രണ്ടും ഇവിടെ കാണാം. രണ്ടും അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി താഴെ സേവ് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. സേവ് ആകുന്നുണ്ട്. ഇവിടെ പ്രിൻ്റ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം കൊടുക്കാം. നമുക്ക് യെസ് കൊടുക്കുക. പ്രിൻ്ററിന് എന്തോ എറർ വന്നിട്ടുണ്ട്. പ്രിൻ്റ് വന്നില്ല.
അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കുക. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബെനിഫിറ്റ് ആപ്ലിക്കേഷൻ ഇവിടെ കാണാം, ഡിസിഷൻ ആക്സെപ്റ്റഡ്. ഇതിങ്ങനെ വന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഓൾറെഡി ക്യാഷ് വന്നിട്ടുണ്ടാവും. ഓക്കെ. ഇത്രയാണ് ഇൻഡിപെൻഡൻറ്റ് അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. See you again. Bye.